ഹലോ ഫ്രണ്ട്സ്, ഇത് ഈ കഴിഞ്ഞ ഒക്ടോബർ 31 ഹാലോവിൻ്റെ അന്നെടുത്ത ഒരു വീഡിയോ ആണ്. അന്ന് തന്നെയായിരുന്നു ഇച്ചുവിൻ്റെ സ്കൂളിൽ ഹാലോവിൻ കോസ്റ്റ്യൂം ഡേ, മിഹയുടെ ഓഫീസിൽ ദീപാവലി സെലിബ്രേഷൻ ഡേ. അങ്ങനെ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റു. ഇച്ചു സ്കൂളിലേക്ക് വേണ്ടി കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ടു. പക്ഷേ സ്കൂളിൽ മാസ്കും ആയുധങ്ങളൊന്നും അവിടെ അല്ല, കോസ്റ്റ്യൂം മാത്രം ഇട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ മിഹ രാവിലെ ദീപാവലിക്ക് വേണ്ടിയുള്ള കോസ്റ്റ്യൂം എല്ലാം ഇട്ട് റെഡിയായി. ഇച്ചുവിനെ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം സ്കൂളിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ഇച്ചു എനിക്ക് കാണിച്ചു തന്നത്. കുറച്ച് ക്യാൻഡീസും സ്റ്റിക്കേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടി. അപ്പോൾ അതെല്ലാം ഇച്ചു എനിക്ക് കാണിച്ചു. അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു. ഇനി ഇതിന് ശേഷം മിഹേനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ മിസ്സസ് ആകെ പോകണം. അവിടെ 2 കുട്ടികളുണ്ട്, ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും. അവരുടെ കൂടെ ഹാലോവിന് വേണ്ടി ട്രിക്ക് ഓർ ട്രീറ്റിനുള്ള പ്രോഗ്രാമാണ് ഇന്ന് ഈവനിങ്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ പോകുന്നു, നമ്മുടെ കോസ്റ്റ്യൂംസ് എല്ലാം കാണിക്കുന്നു, നമുക്ക് ട്രീറ്റായിട്ട് കുറച്ച് ക്യാൻഡീസ് എല്ലാം കിട്ടും. അതാണ് പ്രോഗ്രാം. ഈ ഹാലോവിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫെസ്റ്റിവലാണ്. UK അയർലൻഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സമ്മർ സീസൺ എല്ലാം അവസാനിച്ച് വിൻ്റർ സീസൺ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് November 1 അന്ന് തന്നെയാണ് ന്യൂ ഇയർ ആയിട്ടും കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം October 31 ആ ദിവസം ഇവിൽ സ്പിരിറ്റുകളെല്ലാം ഭൂമിയിലേക്ക് വരും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിൽ സ്പിരിറ്റ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാനായാണ് ആളുകൾ പിശാചിൻ്റെ പോലുള്ള കോസ്റ്റ്യൂമുകൾ ഇട്ടുകൊണ്ട് ഈ ഒരു ആഘോഷിച്ചു തുടങ്ങിയത്. കുറേ നാളുകൾക്ക് ശേഷം November 1 എന്നത് ഓൾ സയൻസ് ഡേ ആയി ആരാധിക്കുകയും October 31 ഒരു ഹോളി ഈവനിങ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അതൊരു ഹാലോവിൻ ഡേ ആയി മാറുകയുമാണ് ചെയ്തത്. ഹാലോവിൻ്റെ കഥ എന്ത് തന്നെ ആയിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഇച്ചുവിൻ്റെ ഫസ്റ്റ് ഹാലോവിൻ ആയിരുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ വീട്ടിൽ നിന്ന് ക്യാൻഡീസ് കളക്ട് ചെയ്യുന്നതും ഓരോ വീട്ടിലെ ഹാലോവിൻ്റെ ഡെക്കറേഷൻസും എതിരെ വരുന്ന ആൾക്കാരുടെ കോസ്റ്റ്യൂംസും എല്ലാം കണ്ട് അവൻ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ആയിരുന്നു. ഞങ്ങൾ മാത്രമല്ലായിരുന്നു, ഒരു വൈകുന്നേരം ഒരു 7 മണിയായപ്പോഴത്തേക്കും ആ സ്ട്രീറ്റ് മൊത്തം ഭയങ്കര ക്രൗഡായി. പല വീടുകളിലും ക്യൂ നിന്നിട്ടായിരുന്നു നമുക്ക് ക്യാൻഡീസ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുകൾ വരുന്നുണ്ട്. പല കോസ്റ്റ്യൂംസ് ഇട്ട ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാരുകൾ വളർത്തു മൃഗങ്ങളെ വരെ കോസ്റ്റ്യൂംസ് ഇട്ടാണ്. ഇപ്പോൾ ഈ പട്ടിനെ കണ്ടില്ല, അതിൻ്റെ മേലിൽ സ്പൈഡറിൻ്റെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ഡെവിൾസ്, ഷാഡോ രീതികളിൽ വീടുകൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. അങ്ങനെ പല രീതിയിലുള്ള ഡെക്കറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോഗ്രാം ആയിരുന്നു. വൈകുന്നേരം 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 8:30-9 മണി വരെ ഞങ്ങൾ ഒരുപാട് വീടുകളിൽ കയറി. ഇച്ചുവും ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും എല്ലാം ഒരുപാട് ചോക്ലേറ്റുകളും ക്യാൻഡികളും കിട്ടി. അവരെല്ലാം ബാഗില്ലാതെ തൂക്കി നടന്നുകൊണ്ട് വീണ്ടും ഒരുപാട് വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളെ പേടിപ്പിക്കാനായിട്ട് വേറൊരാൾ ഞങ്ങളുടെ പുറകെ കൂടി വരുന്നുണ്ട്, കുട്ടികളെ പേടിപ്പിക്കാനായിട്ട്. പക്ഷേ അവരത് കണ്ടില്ല. അവരുടെ ക്യാൻഡി കളക്ഷനായിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓരോ വീടുകളിലും $1000 ഡെക്കറേറ്റീവ് ഐറ്റംസാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ 99% കടൽ കടന്ന് ചൈനയിൽ നിന്ന് വരുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. വളരെ വേഗം കടന്നുപോയ ഒരു 2 മണിക്കൂറായിരുന്നു. ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ഇച്ചു ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും ഒരുപാട് ക്യാൻഡീസ് എല്ലാം കളക്ട് ചെയ്തു. ചില വീടുകളിൽ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത വീടുകളുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവില്ല. ചില വീടുകളുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ക്യാൻഡീസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിൽ ആളുകളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 1-2 ക്യാൻഡീസ് എടുത്തുകൊണ്ട് പോയാൽ മതി. അങ്ങനത്തെ ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ണിക്കുട്ടൻ്റെ അപ്പുക്കുട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ക്യാൻഡീസ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരുകളും കുട്ടികളും അവിടെ നിന്ന് 1-2 ക്യാൻഡീസ് എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരുപാട് വീടുകൾ ഞങ്ങളും കണ്ടിരുന്നു. അങ്ങനെ ഇച്ചു ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും 1-2 ക്യാൻഡീസ് എല്ലാം ആ വീടുകളിൽ നിന്നും എടുത്തു. അങ്ങനെ കുറേ നടന്ന് ശരിക്കും പറഞ്ഞാൽ ടയർഡായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇച്ചു ഫസ്റ്റ് ചോക്ലേറ്റ് എല്ലാം തട്ടിയിട്ട് അവൻ നോക്കണേ എന്തോരം കിട്ടി, ഏതൊക്കെ ചോക്ലേറ്റ് കിട്ടി. കുറേ ക്രിസ്പുകളും കിട്ടിയിട്ടുണ്ട്, സ്നാക്സുകളെല്ലാം. അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ചോക്ലേറ്റ് എല്ലാം അവിടെ തട്ടിയിട്ടു. അവനും നോക്കണം അവൻ എന്തോരം കിട്ടിയെന്നുള്ളത്. അപ്പം അവനും അവൻ്റേതായ രീതിയിലെല്ലാം കാറ്റഗറൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഉണ്ണിക്കുട്ടന് കിട്ടിയ ചോക്ലേറ്റ്, ഇത് ഇച്ചുവിന് കിട്ടിയ ചോക്ലേറ്റ്, ഇതിൻ്റെ ഇപ്പുറം അപ്പുക്കുട്ടന് കിട്ടിയ ചോക്ലേറ്റ് ഇവിടെയുണ്ട്. അങ്ങനെ അതെല്ലാം ചോക്ലേറ്റെല്ലാം കാറ്റഗറൈസ് ചെയ്ത് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. കൊതി കൊണ്ട് ഞങ്ങൾ ആദ്യമേ കഴിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഇറങ്ങും വഴി അവരുടെ വീട്ടിലുണ്ടായ നല്ല മത്തങ്ങയും കുറച്ച് മുളകും കിട്ടി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ദെൻ.